പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 10ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 9 രാവും പകലും നമ്മെ കൺമണി പോലെ പരിപാലിച്ച കർത്താവ് ഈ 7-ാം മാസത്തിൻ്റെ 10ാമത്തെ പ്രഭാതം കാണുവാനും ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. പ്രിയ ദൈവവേദിലെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യമൊരുക്കി. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിച്ചുവെന്ന് അവർ തന്നെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആമേ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരുന്നവർ, മാനസിക നിരാശകളിലായിരുന്നവർ, രോഗബലഹീനതയിലായിരുന്നവരെയൊക്കെ ദൈവം അത്ഭുതകരമായി വിടുവിച്ച വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എളിയവനും ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഓരോ ദിനവും നിങ്ങളുടെ അരികിൽ ഈ വചന സന്ദേശവുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവം ആമേൻ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ എത്ര ഭംഗിയായിരുന്നാലും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയോ നീതി നടത്തി തരികയോ ചെയ്യുകയില്ല. ദൈവം ആരുടെയെല്ലാം പ്രാർത്ഥന കേൾക്കുകയില്ല എന്നത് ഒരു വലിയ പഠന വിഷയമാണ്. ഏതെങ്കിലും കാര്യത്തിൽ നാം അകൃത്യം ഹൃദയത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി ചെല്ലുമ്പോൾ നമുക്ക് ഒരു കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ഒടുവിലായി പറഞ്ഞത്, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാഞ്ഞാൽ, ഈ കുറ്റമറ്റ മനസാക്ഷി മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, നമ്മുടെ ഉത്തരം നമുക്ക് ലഭിക്കുകയുമില്ല. പഴയ നിയമത്തിൽ പല ജാതികളെയും ദൈവം ശിക്ഷിക്കുവാൻ കാരണം അവർ പകവെച്ചുകൊണ്ട് മറ്റുള്ള ജനത്തെ വേട്ടയാടി എന്നതിലാണ്. ആകയാൽ നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ ദൈവം ന്യായം നടത്തിത്തരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയുമില്ല. ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്ന വചനം നാം നിരസിക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നടക്കുകയും ചെയ്തിട്ട് നാം പ്രാർത്ഥിച്ചാലോ, നേർച്ചകൾ കഴിച്ചിട്ടോ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. വചനം അനുസരിക്കാതിരിക്കുകയും ഹൃദയത്തെ വജ്രം പോലെ കടുപ്പിക്കുകയും ചെയ്തതിനു ശേഷം കൂകി നിലവിളിച്ചാലും അലറിക്കരഞ്ഞാലും പ്രയോജനമുണ്ടാകുകയില്ല എന്ന് വചനം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദൈവാലോചന നിരസിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്ത ശൗൽ രാജാവ് തൻ്റെ ജീവിതാന്ത്യത്തിൽ എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും യാതൊരു പ്രയോജനമുണ്ടായില്ല. അതുപോലെ മറ്റുള്ളവരോട് ആർദ്രതയില്ലാതെ പെരുമാറുന്നവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. കഷ്ടതയിലിരിക്കുന്നു എന്നറിഞ്ഞിട്ടും നമ്മെ സഹായിക്കുവാൻ സമ്പത്തുണ്ടായിട്ടും സാധുക്കളെ സഹായിക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുന്നവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. പ്രിയ ദൈവവേദിനെ
കപടമില്ലാത്ത അധരങ്ങളുടെ കപടമില്ലാത്ത അധരങ്ങളോടുകൂടെ നിലവിളിച്ചാൽ ദൈവം നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ദാനിയേൽ കപടമില്ലാത്തവനായിരുന്നു എന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നഥനയേൽ കപടമില്ലാത്ത മനുഷ്യനായിരുന്നു എന്ന് കർത്താവ് സാക്ഷ്യം പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തികളെക്കുറിച്ച് വചനം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കപടമില്ലാത്ത ജീവിതത്തിനും പ്രാർത്ഥനയുടെ മറുപടിക്കും ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനും അരുമനാഥനായ കർത്താവും സ്തോത്രം തന്നെയാണ്. നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മറുപടി ആയിരുന്നു ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി. നിർദോഷിയുടെയും പരമാർത്ഥികളുടെയും പ്രാർത്ഥന കേൾക്കുന്നവനോ അവർ സ്തോത്രം ഹല്ലേലൂയ സഹിക്കുന്ന അന്യായത്തിന് നീതി നടത്തി കൊടുക്കുന്നവനോ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവരോട് കരുണയുള്ളവനാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ആമേൻ. ഒരു വിധവയുടെ ന്യായമായ നിലവിളിക്ക് ന്യായം നടത്തി കൊടുക്കുവാൻ ലോകപ്രകാരമുള്ള ന്യായാധിപൻ തയ്യാറല്ലാതെ ഇരുന്നപ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? നിശ്ചയമായും കർത്താവ് പറയുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന്. പ്രിയ ദൈവവൈതലേ, കപടമില്ലാത്ത നിലവിളിക്ക് ഇന്നും മറുപടിയുണ്ട്. ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ്. ആ ദൈവം തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് മറഞ്ഞിരിക്കുന്നവനല്ല. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള നിലവിളിക്ക് വേഗത്തിൽ ഉത്തരമരുളുക തന്നെ ചെയ്യും. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല കട്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചുവെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പ്രഭാതം പ്രിയ ദൈവവേദലേ, നിന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ വാചകത്തിനകത്ത് സത്യമുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നൽകുവാനിടയാകും. ഹല്ലേലൂയ. എത്രയോ പേർ സ്തോത്രം ഹല്ലേലൂയ പോഷ്ക പറഞ്ഞ് കപടങ്ങൾ പറഞ്ഞ് സ്തോത്രം മറ്റുള്ളവരുടെ നന്മകളെ തട്ടിയെടുക്കുവാൻ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ തകർത്തു കളയുവാൻ ഏതെല്ലാം നിലകളിൽ കാപഠ്യങ്ങൾ കൊണ്ട് നടക്കുന്നു. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനം പറയുന്നു, അവൻ ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. സ്തോത്രം. നിർമ്മല ഹൃദയമുള്ള മനുഷ്യരെ അവൻ ഈ ഭൂമിയിൽ കാണുവാൻ സ്തോത്രം വളരെ പ്രയാസമാണ്. മറ്റുള്ളവരോട് സ്തോത്രം മറ്റുള്ളവരുടെ വേദനകളിൽ, മറ്റുള്ളവരുടെ കഷ്ടതകളിൽ, മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിൽ, മറ്റുള്ളവരുടെ കടഭാരങ്ങളിൽ, സാമ്പത്തികമില്ലായ്മകളിൽ, രോഗബലഹീനതകളിൽ ഒക്കെ ആയിരിക്കുന്ന ഞരങ്ങുന്ന അനേക ദൈവകുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, നിന്റെ കരങ്ങളിൽ സമ്പത്തുണ്ടായിട്ടും നിനക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സ്തോത്രം കൊടുക്കാതെ ഇരിക്കുന്ന നിന്റെ ഹൃദയം നിർമ്മല ഹൃദയമെന്ന് പറയുവാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ സ്തോത്രം പട്ടിണി കിടക്കാതെ, മറ്റുള്ളവരുടെ കഷ്ടതയിൽ കൈത്താങ്ങുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് നിർമ്മല ഹൃദയം തന്നെയാണ്. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ ഒരു നല്ല ഹൃദയമുള്ളവരായി, നിർമ്മല ഹൃദയമുള്ളവരായി, നല്ല മനസാക്ഷിയുള്ളവരായി സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ ദൈവവേദലേ, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ എത്ര ഭംഗിയായിരുന്നാലും നമ്മുടെ ജീവിതത്തിന് സ്തോത്രം പ്രസാദകരമായിരിക്കത്തില്ല.
വാക് സാമർഥ്യം കൊണ്ട്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ അമേ സ്തോത്രം ഹല്ലേലൂയ പാരമ്പര്യത്തിൻ്റെ മഹിമ കൊണ്ട് സ്തോത്രം ദൈവജനത്തെ ചിലപ്പോൾ കബളിപ്പിക്കാൻ കഴിയുന്നു വരാം. എന്നാൽ ദൈവത്തെ സ്തോത്രം ദൈവസന്നിധിയിൽ നിനക്ക് നിർമ്മല ഹൃദയമുണ്ടായിരിക്കണം. അത് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. കുറ്റമറ്റ മനസാക്ഷി നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു നിർമ്മല ഹൃദയം നിനക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സങ്കീർത്തനക്കാരനോടുകൂടെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയമെന്നുള്ള കർത്താവേ സ്തോത്രം, വാക്യം, കർത്താവേ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മലമായി തീരുവാൻ മനുഷ്യനോടും ഞങ്ങളുടെ സഹോദരങ്ങളോടും ഞങ്ങളുടെ വിശ്വാസ മക്കളോടും ദൈവദാസന്മാരോടും സ്നേഹിതരോടും എല്ലാ പ്രിയ മക്കളോടും നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങ് നിർമ്മല ഹൃദയനായിരുന്നത് പോലെ ഞങ്ങളും നിർമ്മല ഹൃദയത്തോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെ കർത്താവെ അവരുടെ ഹൃദയങ്ങൾ പുത്തൻ സ്തോത്രം ഹൃദയം കൊണ്ട് സ്തോത്രം വെച്ചു പിടിപ്പിച്ച് പുത്തൻ ആത്മാവ് നിറച്ച് പുത്തൻ അഭിഷേകത്തോടുകൂടെ ഒരു പുതിയ സൃഷ്ടിയായി ചേരുവാൻ എല്ലാവരെയും ഒരുക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസിദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.